നമസ്കാരം. ഗ്രാനൈറ്റ് മെഷർമെന്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ടിപ്സ് വീഡിയോയിലെ രണ്ടാമത്തെ ഭാഗമാണിത്. ലെപ്പോത്ര ഗ്രാനൈറ്റ് എങ്ങനെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് മെഷർ ചെയ്യണം എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത കിച്ചന്റെ സ്ലാബ് എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ. സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ കിച്ചന്റെ സ്ലാബ് വാർക്കുന്നത് 2 അടിയിലാണ്, അതായത് 24 ഇഞ്ചിലാണ് നോർമലി സ്ലാബ് വാർക്കാറുള്ളത്. അതിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഒരു 2 അല്ലെങ്കിൽ 2.5 ഇഞ്ച് വരെ, 1.5 ഇഞ്ച് മുതൽ 2.5 ഇഞ്ച് വരെ പരമാവധി നമ്മൾ ഓവർ ഹാങ് കൊടുക്കാറുണ്ട്. ഓവർ ഹാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ തള്ളൽ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ കിച്ചൻ്റെ സ്ലാബിന് സാധാരണഗതിയിൽ നമ്മൾ അളവെടുക്കുന്നത്. ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ നമ്മൾ 24 ഇഞ്ചിൻ്റെ അടുത്തുള്ള, അതായത് 26, 27, 28 ഇഞ്ചുള്ള ഒരു കല്ല് നോക്കിയെടുക്കണം. അതല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബാക്കി വരുന്ന ഭാഗം എവിടെയെങ്കിലും ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇതൊരു എക്സാമ്പിളാണ് നമ്മൾ കിച്ചൻ്റെ സ്ലാബിന് എങ്ങനെ ഒരു ഗ്രാനൈറ്റ് നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളതിൻ്റെ. ഇത് രാജസ്ഥാനിൽ നിന്ന് വരുന്ന പേൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഗ്രാനൈറ്റ് ആണ്. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് വേണ്ടുന്ന കിച്ചൻ്റെ അളവായ 24 ഇഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഇവിടം വരെ വരും. അത് കഴിഞ്ഞ് നമ്മൾ 2.5 ഇഞ്ച് നമ്മൾ തള്ളൽ കൂടെ ചേർത്തിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീതിയിൽ നമുക്ക് ആകെ വരുന്ന വേസ്റ്റേജ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ വരുള്ളൂ. അതേസമയം നമ്മൾ 29-ൻ്റെയോ 30 ഇഞ്ചിൻ്റെയോ കല്ലെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഭാഗം നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. ഇത് ഈ ഒരു ഓപ്ഷൻ അല്ല. അപ്പോൾ ഈ ഒരു കല്ലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മൊത്തം 20 ഇതിൽ നമ്മൾ തള്ളൽ മാത്രമാണ് നമ്മൾ കണക്ക് കൂട്ടുന്നെങ്കിൽ 27 ഇഞ്ച് വരെ നമുക്ക് ഈ 28 ഇഞ്ചുള്ള കല്ലിൽ 26 ഇഞ്ച് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി 1.5 ഇഞ്ച് മാത്രമാണ് നമുക്ക് വേസ്റ്റേജ് വരും. ഈ കല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ശരിക്കും പറയാൻ നമുക്ക് ഇതിൽ ഡബിളും കൂടെ ഒട്ടിക്കുകയാണെങ്കിൽ അത് ബെനിഫിഷ്യലാണ്. കാരണം എന്താണ്, 24 ഇഞ്ചിൻ്റെ നമുക്ക് സ്ലാബ് വീതിയുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ചിൻ്റെ തള്ളൽ കൊടുത്തിട്ട് ആ 2 ഇഞ്ചിൽ 1.5 ഇഞ്ചിൻ്റെയോ 2 ഇഞ്ചിൻ്റെയോ ഡബിളും കൂടെ ഒട്ടിക്കുകയാണെങ്കിൽ കറക്റ്റ് 28 ഇഞ്ച് വരും. 28 ഇഞ്ചിൻ്റെ വീതി ഈ കല്ലിൽ മൊത്തത്തിലുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ. അപ്പോൾ നമ്മൾ എടുക്കുന്ന കല്ലിനും കൂടി അനുസരിച്ചിട്ട് നമ്മൾ ഈ ഡബിൾ ഒട്ടിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഡബിൾ ഒട്ടിക്കുന്ന എപ്പോഴും